Welcome back to RirisKitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് സോയ ഡ്രൈ ഫ്രൈ ആണ് ഇന്ന് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ സോയ ഡ്രൈ ഫ്രൈ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനപ്പോൾ സോയ ചങ്ക്സ് ഒരു കപ്പ് സോയ ചങ്ക്സ് ആണ് ഞാൻ എടുത്തത്. ഒരു കപ്പ് സോയ ചങ്ക്സ് ഞാൻ തിളച്ച വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് നേരം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഡ്രെയിൻ ചെയ്ത് എടുക്കാം. ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു നല്ല വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ, സാധാ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. ഒരല്പം സാധാ വെള്ളത്തിൽ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ പൊയ്ക്കോളും. ഇതൊക്കെ നല്ലപോലെ വെള്ളമൊന്ന് ഇത്തിരി ചെറുതായിട്ടൊന്ന് സ്ക്വീസ് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ സോയ ചങ്ക്സ് മാരിനേറ്റ് ചെയ്യാനുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. കൈ നല്ലപോലെ വാഷ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് ഓരോരുത്തർക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരല്പം കളർ കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരല്പം നേരം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഇത് നല്ലപോലെ ഇതിൽ പൊടികളെല്ലാം മിക്സ് ആയിക്കോളും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിനി ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തത്. അപ്പോൾ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യണം. കാരണം നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, നമ്മൾ ഡ്രൈ ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്ക് പാനിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടിയിൽ പിടിക്കില്ല. അതുകൊണ്ടാണ് നോൺ സ്റ്റിക്ക് പാൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. നമുക്ക് ഒരല്പം എണ്ണ ഒഴിച്ചാൽ മതി. ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാള ആണ് എടുത്തത്. ആ നീളത്തിലരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 4 വെളുത്തുള്ളി 2ആയിട്ട് കീറിയത് അത് ചേർത്ത് കൊടുക്കുകയാണ്. വെറുതെ ഒന്ന് സോഫ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് നേരം ഒന്നും നമ്മുടെ സവാളയൊന്നും സോട്ട് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ചിരുന്നാണ് ഫ്രൈ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നമ്മൾ സോയ ചങ്ക്സിൽ ചേർത്ത് കൊടുത്ത ഉപ്പ് ഉള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ, ഉപ്പും എരിവും ഒക്കെ. ഇനി നമുക്ക് അടച്ചു വെച്ച്, അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അത്രയേ ഉള്ളൂ. കുറച്ച് നല്ലോണം ഫ്രൈ ആയി കിട്ടുന്നവരെ നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഇത്തിരി വലിപ്പമുള്ളതാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് നടുവേലൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും.
വലിയ സോയ ചങ്ക്സ് ആണെങ്കിൽ ഒരു മീഡിയം സൈസ്, ഇതിപ്പോൾ എനിക്കൊരു മീഡിയം സൈസാണ്, അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടായിട്ടൊന്നും മുറിച്ചിട്ടിട്ടില്ല. ഇപ്പോൾ വലിയ സോയ ചങ്ക്സ് ഒക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്താൽ എളുപ്പമായിരിക്കും നമുക്ക്. അല്ലെങ്കിൽ വലിയതൊക്കെ കഴിക്കുമ്പോൾ ഒരു ഇതായിരിക്കും, ടേസ്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് ചെറിയ സൈസ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ നമ്മളൊന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കുക, ഇളക്കി ഒന്ന് കൊടുക്കുക. അപ്പോൾ ഇത് അടിയിലൊന്നും പിടിക്കില്ല. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു അല്പം നേരം ഒന്ന് പിടിക്കും. ഇതൊരു 10-15 മിനിറ്റ് ഒക്കെ പിടിക്കും. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയല്ലേ. ഇപ്പം നമ്മുടെ സോയ ഫ്രൈ ആയിട്ടുണ്ട്, നല്ലപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം. അതിൻ്റെ ഇത് നല്ലപോലെ ഇപ്പോൾ കണ്ടാൽ മനസ്സിലായി, നല്ലവണ്ണം ചുരുങ്ങി വന്നിട്ടുണ്ട്. നല്ലപോലെ വെള്ളമൊക്കെ വറ്റി ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും ഡ്രൈ ആയിട്ട് നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി നല്ലപോലെ ചുരുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കണം. അപ്പോൾ നോമ്പിൻ്റെ സമയത്തൊക്കെ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ അമ്മ പ്രിപ്പയർ ചെയ്ത് തരുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയായി വരുന്നവരേക്കും. Till then, take care. Bye.